റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ടിക്ക എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തിരിക്കുന്നത്. ഇത് 400 ഗ്രാം ഉണ്ട്. എപ്പോഴും ടിക്ക തയ്യാറാക്കാനായിട്ട് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് ഏറ്റവും നല്ലത്. ഈ ചിക്കൻ്റെ പീസ് കഴുകിയതിന് ശേഷം ഒട്ടും വെള്ളമയം ഇല്ലാണ്ട് വേണം മാരിനേറ്റിന് വേണ്ടിയിട്ട് എടുക്കാൻ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് ഒപ്പി ഇതിൻ്റെ വെള്ളമൊക്കെ മാറ്റാം. ഇനി ഇതേപോലത്തെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യണം. ഏതാണ്ട് 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ചിക്കൻ പീസസ് എല്ലാം ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ നാരങ്ങാനീര്, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. നാരങ്ങാനീര് ചേർക്കുന്നത് ചിക്കൻ നന്നായിട്ട് ടെൻഡറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ കാശ്മീരി മുളക് പൊടി ഈ സമയത്ത് ചേർക്കുന്നത് നമുക്ക് ഈ ചിക്കന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളിതിൽ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ടിക്ക മസാല തയ്യാറാക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കട്ടത്തൈര്, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1.5 ടീസ്പൂൺ കടലമാവ്. ഇത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ലൈം ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കസൂരി മെത്തി. അത് നന്നായിട്ട് കൈകൊണ്ട് ക്രഷ് ചെയ്തിട്ട് ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒരു പേസ്റ്റ് പോലെ കുഴച്ചെടുക്കണം. കസൂരി മേത്തി ഈ ടിക്കായ്ക്ക് നല്ലൊരു മണവും രുചിയൊക്കെ കൊടുക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യാതെ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇത് നല്ലൊരു പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ചിക്കൻ കൂടെ ചേർക്കാൻ പോവാണ്. ഇതിന്ന് കുറച്ച് മസാല എടുത്തിട്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇത് വന്നിട്ട് നമുക്ക് ക്യാപ്സിക്കം സവാളയും മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഈ ചിക്കൻ്റെ കൂടെ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നില്ല. അത് ഫ്രൈ ചെയ്യുന്നതിന് കുറച്ച് സമയം മുമ്പ് മാരിനേറ്റ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഈ വെജിറ്റബിൾ അങ്ങ് സോഗിയായിട്ട് പോകും. നമ്മൾ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് കൊണ്ട് പിന്നീട് കുക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് കുക്കായിട്ട് കിട്ടും വേഗത്തിൽ. സാധാരണയായിട്ട് ഇത് തന്തൂർ അടുപ്പിൽ ചാർക്കോളിലൊക്കെയാണ് റെസ്റ്റോറൻറ്റ്സിൽ കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അത് നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടും. ഇതിപ്പോൾ നമ്മൾ സ്റ്റൗ ടോപ്പിൽ വെച്ച് ചെയ്യുമ്പോൾ ഇത്രയും സമയം മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇല്ലെങ്കിൽ നന്നായിട്ട് കുക്കാവത്തില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ട് ആവശ്യത്തിനുള്ള ക്യാപ്സിക്കം സവോളയൊക്കെ ഒരു ക്യൂബായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. ഏകദേശം ചിക്കൻ്റെ അത്ര തന്നെ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ റെഡ് കളറും ഗ്രീൻ കളറും ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒനിയൻസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലാണ് എല്ലാം കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതെല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇപ്പം ഞാൻ ക്യാപ്സിക്കം സവോളയൊക്കെ മാരിനേറ്റ് ചെയ്തിട്ട് 10-20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് ശരിക്കും ഞാൻ ഇന്നലെ രാത്രിയിൽ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇപ്പോൾ അതേ സമയത്ത് തന്നെ, അതായത് ഡിന്നർ ടൈമിലാണ് ഞാൻ പിന്നെ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ മീറ്റ്. ഇനി നമുക്ക് ഈ ചിക്കനും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഈ ക്യാപ്സിക്കവും ചിക്കനും എല്ലാം കൂടി സ്ക്യൂവറിലൊന്ന് കോർത്തെടുക്കാം. ഈ സ്ക്യൂവർ ഞാൻ വെള്ളത്തിൽ ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. ഈ സ്ക്യൂവർ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. ഇതില്ലാന്നുണ്ടെങ്കിൽ നാട്ടിലാണെങ്കിൽ ഈർക്കിലിൽ കോർത്തെടുത്താലും മതി. 2 ഈർക്കിൽ വെച്ചിട്ട് വേണം ചിലപ്പോൾ കോർത്തെടുക്കാനായിട്ട്. ഞാൻ ഈ സ്ക്യൂവറിലേക്ക് ഒരു ക്യാപ്സിക്കം, ഒരു ചിക്കൻ്റെ പീസ്, പിന്നെ 1-2 സവോളയുടെ പീസസ്, ഒരെണ്ണം വെച്ചാൽ വളരെ കനം കുറഞ്ഞതായതുകൊണ്ട് 1-2 എണ്ണം ചേർത്തിട്ട് ഞാൻ എടുക്കുകയാണ്. ഈ സ്ക്യൂവറിൽ കോർക്കുന്ന ഓർഡറൊക്കെ അവരവരുടെ സൗകര്യം പോലെ കോർത്തെടുത്താലും മതി. ഇപ്പോൾ നമ്മുടെ ചിക്കൻ പീസസും ക്യാപ്സിക്കവും ഒനിയനും ഒക്കെ സ്ക്യൂവറിൽ കോർത്തിട്ട് പാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്ക്യൂവേഴ്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ ഈ സ്ക്യൂവേഴ്സ് വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് ഒരു 3-4 മിനിറ്റ്. അപ്പം നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും, വേഗത്തിൽ വെന്തും കിട്ടും.
ആദ്യത്തെ ആ ഒരു 3-4 മിനിറ്റ് മാത്രം അടച്ചു വെച്ചാൽ മതി. അതിനുശേഷം പാൻ ഓപ്പൺ ആയിട്ട് തന്നെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഓരോ സൈഡും തിരിച്ചിങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. സാധാരണയായിട്ട് ഇതെപ്പോഴും ഓപ്പൺ ചെയ്ത് വെച്ചിട്ടാണ് എല്ലാവരും കുക്ക് ചെയ്യുന്നത് കാണുന്നത്. പക്ഷെ ഞാൻ എപ്പോഴും ആദ്യത്തെ ഒരു 3-4 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് നന്നായിട്ട് വെന്ത് സോഫ്റ്റായിട്ട് കിട്ടാറുണ്ട്. ഇപ്പോൾ നമ്മുടെ ടിക്കാസൊക്കെ നന്നായിട്ട് വെന്ത് നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. അതിന് മുമ്പായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ബട്ടർ തൂത്ത് കൊടുക്കുന്നുണ്ട്. ഈ ബട്ടർ ചേർക്കുമ്പോൾ ടിക്കായ്ക്ക് നല്ലൊരു മണവും രുചിയൊക്കെ കിട്ടും കേട്ടോ. അതുകൊണ്ട് ചേർക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ശരിക്കും നമ്മുടെ ടിക്ക സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റെസ്റ്റോറൻറ്റിലെ അതേ സ്റ്റൈലിൽ തന്നെ ആ ഒരു മണത്തിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ ചെയ്യാം. ഇത് ശരിക്കും ഓപ്ഷണലാണ്. ഈ ടിക്കാസ് എല്ലാം ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അതിൻ്റെ നടുക്കായിട്ട് ഒരു ചെറിയ ബൗളിലോ മറ്റോ ഒരു കഷ്ണം ചാർക്കോൾ ഉണ്ടെങ്കിൽ ചാർക്കോൾ ഗ്യാസിൻ്റെ മേലെ വെച്ചിട്ട് ഒന്ന് കത്തിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഓയിലോ ബട്ടറോ എന്തെങ്കിലും ഒഴിക്കുമ്പോൾ നല്ലതായിട്ട് പുക വരും. ആ സമയത്ത് നമ്മളൊരു അടപ്പ് കൊണ്ട് അടച്ചു വെക്കണം. ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി. അപ്പോഴത്തേക്കും നല്ല ഒരു സ്മോക്കി സ്മെല്ല് അതിന് കിട്ടും. അത് നല്ലൊരു ടേസ്റ്റും മണമൊക്കെയാണ്. ആ തന്തൂരിൽ വെച്ചെടുക്കുന്ന അതേ ടേസ്റ്റ് കിട്ടും. ഇനിയിപ്പോൾ ചാർക്കോൾ ഇല്ല എന്നുണ്ടെങ്കിലും സാരമില്ല. നമ്മുടെ വീട്ടിലത്തെ ചിരട്ട ഉണ്ടല്ലോ, ആ ചിരട്ടയിൽ ഒരെണ്ണം കത്തിച്ചിട്ട് ഒരു ചെറിയ പീസ് കത്തിച്ചിട്ട് ഇതേപോലെ തന്നെ പാത്രത്തിൽ വെച്ചിട്ട് ഓയിൽ ഒഴിക്കുമ്പോൾ ഇങ്ങനത്തെ പുക വരും. അപ്പോൾ ഇതേപോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ടിക്ക റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.